Do you have any advice Advice? traveling? Download Google Maps. Be open. Be open to new experiences. ഹലോ ഫാമിലി, നമ്മളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ വ്യാവസായിക തലസ്ഥാനമായ മുംബൈയിലാണ്. മുംബൈ വന്നപ്പോൾ തന്നെ വ്ലോഗ് തുടങ്ങുന്നത് മുംബൈ ഛത്രപതി ശിവാജി ടെർമിനലിൽ നിന്നാണ്. ഈ ബ്ലോഗിലൂടെ നിങ്ങൾക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും താജ് ഹോട്ടലും എലഫന്റ് കേവും മറൈൻ ഡ്രൈവും ചൗപ്പത്തി ബീച്ചും അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ വെച്ച് പരിചയപ്പെട്ട നമ്മുടെ വെയിൽസിൽ നിന്നുള്ള 2 സുഹൃത്തുക്കളുടെ യാത്രാനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഒറ്റ കാര്യം മാത്രമേ ഓർമ്മിപ്പിക്കാനുള്ളൂ, വ്ലോഗിങ് തുടങ്ങിയതേ ഉള്ളൂ. സോ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. സോ എൻ്റെ ഈ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കും. ഛത്രപതി ശിവാജി ടെർമിനലിൽ നമ്മൾ നേരെ വെച്ച് പിടിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്കാണ്. അവിടെ നിന്ന് നേരെ എലഫന്റ് കേവ്സ്. ഗൈസ്, മുംബൈ നഗരം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തിങ്ങി വസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഡബിൾ ഡെക്കർ ബസ്സുകളാണ്. എന്ത് ഭംഗിയെന്നറിയോ അത് പോകുന്നത് കാണാൻ തന്നെ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലോട്ടാണ്. അവിടെ നിന്നാണ് നമുക്ക് ബോട്ട് കയറി എലഫന്റ് കേവ്സിലോട്ട് പോകേണ്ടത്. സോ ഗായ്സ്, മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ എൻട്രിയുടെ മുമ്പിലാണ് കേട്ടോ നമ്മൾ. സോ അതിൻ്റെ പുറത്തോട്ട് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സിനെ കാണാൻ പറ്റും. സോ നോക്കി ഇവരുടെ പ്രത്യേകതരം യൂണിഫോം, പിന്നെ ആ ഒരു വണ്ടിയുടെ കളർ കോഡും ഒക്കെ അടിപൊളിയാണ്. പണ്ടിങ്ങനെ ഈ കൊള്ള സങ്കേതമൊക്കെ കാണുമ്പോൾ ഇതുപോലത്തെ ഓമിനികളും സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടേക്കുന്നതാണ് ഒരു ബോംബെ സെറ്റപ്പ്. സോ അതൊക്കെ ഇങ്ങനെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളി എത്ര ഉത്സാഹത്തോടെ ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നതുണ്ടോ, ഓരോ ആൾക്കാരെയും വിളിച്ച് വണ്ടിയിലോട്ട് കയറ്റി വിടുന്നു. സോ അവർക്കതൊരു ഭയങ്കര ബിസിനസ്സാണ്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വണ്ടിയിലോട്ട് കയറ്റുന്നത്. നമുക്കറിയാം ഇവിടെ വന്നിട്ട് ഊബറോ റാപ്പിഡോ ഒന്നും എടുത്തില്ലുണ്ടല്ലോ, 8 പോകത്തേ ഉള്ളൂ. ഞാൻ ഊബറിൽ 100 രൂപ പറഞ്ഞൊരു റൈഡ് ഇവിടെ ഡയറക്റ്റ് വെച്ചപ്പോൾ 500 രൂപയൊക്കെ വെച്ചു. സോ അത്ര വ്യത്യാസം ഇവർ പറയുന്നത്. ഇതാണ് എൻട്രി. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചത്ര ക്രൗഡൊന്നും ഇല്ല, കുറച്ച് ക്രൗഡേ ഉള്ളൂ. അതിനകത്തോട്ട് പോകുന്നുള്ള സെക്യൂരിറ്റി ചെക്കിൻ്റെ ഒരു പെട്ടെന്നുണ്ടാക്കിയതാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ടാർപ്പൊക്കെ വലിച്ചു കെട്ടിയാണ് കാണുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ബ്യൂട്ടി ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വേറൊരു പുള്ളിക്കാരൻ കൂടെ ഉണ്ട്. യെസ്, താജ് ഹോട്ടൽ. രണ്ടും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന അതിസുന്ദരമായ നിമിഷങ്ങൾ. സോ ഇതൊക്കെ ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടായിരിക്കും അല്ലേ. സോ താജ് ഹോട്ടലിന്റെ മുമ്പിലെത്തി. തൊട്ട ഓപ്പോസിറ്റ് അതാ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. രണ്ടും അടുപ്പിച്ചടുപ്പിച്ച് ഇത് രസമല്ല കാണാൻ. Then I've got a new guest. I'm Anthony, and you are? Meg. Meg. And you're from? Wales in the UK. Wales in the UK. And I have a common question for you. Okay, yeah, go. Okay. Sometimes when you travel all this India, Sri Lanka like that, people will consider you like an alien or something like that, like a celebrity Hollywood actress or something like that. Yeah. And they will ask, "Ma'am, can I take a picture with you?" Oh, is that hurt you or? So this is my second time visiting India. I think the first time it was a bit different. I wasn't expecting it. Like, I'm just a normal person. Like, Does catch you off guard a little bit. Yeah. For the first time, it is a bit strange, but I think it's kind of fun at the same time. So I mean, feel like a celebrity. Yeah, but it doesn't. Okay. There will be general inequality also. When you travel together, who got this questions more, you or you? You definitely, 100%. Yeah, yeah. But that's the same even back home. So it's the same anywhere. Yeah. And okay, apart from that question, I have one more question. Yeah. How do you feel about Mumbai? Love it. I love it. Yeah. I absolutely love it. Mumbai is so nice. No. No. We're gonna. Today's our first day in Mumbai, though. So tomorrow. Do you have any advice Advice? traveling? Download Google Maps. Be open. Be open to new experiences. Yeah. Yeah, definitely. Yeah, I think enjoy yourself. And try the food. Make sure you try the food everywhere. Yeah.
I know Yeah. that. And must try food in India. What do you think? Oh yeah, so good. I think must try. I like. I'm trying to think. I just like any of the food. I'll take it. Anything edible, I'll eat it. Yeah. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ എലഫന്റ് കേവ്സിലോട്ടുള്ള ഫെറി സർവീസ്. രാവിലെ 9 മണി തുടങ്ങി ഉച്ചയ്ക്ക് 2 മണി വരെ കേട്ടോ ഇവിടുന്ന് ഫെറി സർവീസ് ഉള്ളത്. 290 രൂപയാണ് പൈസ വരുന്നത്. പൈസ മാക്സിമം കൈ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഗൂഗിൾ പേ ഒക്കെ ചോദിക്കുമ്പോൾ ഇവർ ഒത്തിരി പൈസ കമ്മീഷൻ എക്സ്ട്രാ ചോദിക്കുന്നുണ്ട്. എന്നോട് ആദ്യം 350 രൂപയാണ് പറഞ്ഞത്, ഏകദേശം 60 രൂപ എക്സ്ട്രാ. അങ്ങനെ അവസാനം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് റൗണ്ട് ഫിഗർ ആയിട്ടുള്ള 300 രൂപയ്ക്ക്, എന്നാലും 10 രൂപ അധികമായി, പക്ഷെ സാരില്ല. പക്ഷെ അതുകൊണ്ട് മാക്സിമം പൈസ കൈ തന്നെ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കും. ബോട്ടിനകത്തുനിന്ന് എനിക്ക് ആസാമിൽ നിന്നുള്ള 2 പുതിയ സുഹൃത്തുക്കളെ കിട്ടി. കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ യൂട്യൂബ് ഒക്കെ നോക്കി കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കോമഡി കാര്യങ്ങളാണ് അവർ പങ്കുവെക്കുന്നത്. ഇപ്പൊ ചോട്ടു എന്നാണ് പുള്ളിക്കാരന്റെ പേര് പറഞ്ഞത്. പുള്ളി ഒരു വൈബ് ഐറ്റം തന്നെയാണ്. കുറെ നേരം പുള്ളി ഉള്ളതുകൊണ്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു. മുംബൈ തുറമുഖത്ത് ഇങ്ങനെ കപ്പലുകൾ വന്നും പോകുന്നും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കലായിരുന്നു ബോട്ടിലെ എന്റെ പ്രധാന വിനോദം. സത്യം പറയാലോ, ആദ്യമായിട്ടാണ് ഇത്ര അധികം കപ്പലുകളും ബോട്ടുകളൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ കാണുന്നത്. അത്ര ഓരോ രാജ്യത്തിന്റെ പതാകകൾ എഴുതിയ ഒരുപാട് കപ്പലുകൾ ഇങ്ങനെ തീരത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ, മലേഷ്യയുടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. സോ അതെനിക്കൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം, ഈ 1 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് എലഫന്റ് കേവ്സിലോട്ടുള്ള യാത്രയിലാണെങ്കിൽ ഒരു മടുപ്പുമില്ല. കണ്ടോ ചോട്ടു നിൽക്കുന്നുണ്ടോ? ചോട്ടുവിന്റെ കാര്യമൊന്നും പറയണ്ട. വേറെ വൈബ്, വേറെ മൂഡ്. അതങ്ങനെ 1 മണിക്കൂറത്തെ മനോഹരമായ കാഴ്ചകൾക്കൊടുവിൽ നമ്മൾ എലഫന്റ് കേവ്സ് ഉള്ള സ്ഥലത്തോട്ട് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന ഐലൻഡിലാണ് കേട്ടോ എലഫന്റ് കേവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഇനിയും ഒരു എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റോളം നടക്കുവാനുണ്ട് എലഫന്റ് കേവ്സിലോട്ട്. ഒരു 120ഓളം സ്റ്റെപ്പുകളും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന 2 സിക്കിന്ദർ ഭായിമാരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. നല്ല അർത്ഥത്തിലാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് ഇവര് എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ബ്രിട്ടനിലാണ് കേട്ടോ ഇവർ വർക്ക് ചെയ്യുന്നത്. സ്വന്തമായിട്ട് ബിസിനസ് ആണ്. അപ്പൊ ഇവരുടെ ബിസിനസ് ഐഡിയാസ് ഒക്കെ അടിപൊളിയാണ്. ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ നാട്ടിലൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ തട്ട് വെക്കത്തില്ലേ? സോ ഇവര് ഹോൾസെയിൽ ആയിട്ട് ഇവര് എല്ലാ സ്ഥലത്തും ഇവര് സ്വന്തമാണ് അവിടെ ആൾക്കാർ പെയിന്റ് ഒക്കെ അടിക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഇവരവിടെ ചെയ്ത് വെച്ചിട്ട് ഒരു മാസത്തേക്ക് ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുവാണ് ഇങ്ങനെ സാധനങ്ങൾ. അത് നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. ഇവിടെയും ബ്രോയ്ക്കൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞു. നീ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ചെയ്യാൻ സാധിക്കട്ടെ. ബോട്ട് ഇവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് 1 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഈ കാണുന്ന ടോയ് ട്രെയിൻ കയറാം. പ്രത്യേകിച്ച് വലിയ വൈബും ഫീലൊന്നും ഇല്ല. ചുമ്മാ അതും 1 കിലോമീറ്റർ ഇല്ല കേട്ടോ. ഈ ടോയ് ട്രെയിൻ എന്ന് പറയുന്നത് മിനിമം 400 മീറ്റർ 500 മീറ്റർ ഉള്ളു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടക്കണം. 1 കിലോമീറ്ററിന് മേലെ ഉണ്ട് നടക്കാൻ. അത് പ്രശ്നമുള്ള കാര്യമൊന്നും അല്ല. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സിക്കിന്ദർ ഭായിമാരുള്ളതുകൊണ്ട് തന്നെ വൈബായിരുന്നു. മടുപ്പില്ല, ഒറ്റപ്പെടലിന്റെ ഫീലൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ വർത്താനം പറഞ്ഞു പോകുന്നു. വഴിയിൽ ഒത്തിരി കച്ചവടക്കാരുണ്ട്. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ കാഴ്ചയെല്ലാം കണ്ട് ഇങ്ങനെ ഈ മാസ്കും കൂളിംഗ് ഗ്ലാസ് ഒന്നും കണ്ട് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം പനിയായിരുന്നു. ട്രെയിനിൽ നിന്ന് ഇവിടെ വന്ന് ഇറങ്ങിയവാണ് ഫുൾ പനി സീനായിരുന്നു. പിന്നെ എങ്ങനെയോ ഇവിടം വരെ വന്നതല്ലേ എന്നുള്ള ഒരു ധൈര്യത്തിൽ എങ്ങനെയോ പോകുന്നേ ഉള്ളൂ. പിന്നെ ഒത്തിരി ഹെൽപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. വഴിയിൽ ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടു കേട്ടോ. എല്ലാവരും നമ്മളോട് സംസാരിക്കുന്നു, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണോ, വെള്ളം വേണോ, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തു തരുന്നുണ്ട്. ആൻഡ് ഗൈസ്, അടുത്ത എൻട്രി ഫീ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പൈസ എൻട്രി ഫീ കൊടുത്ത് ഇനി നേരെ നമ്മൾ പ്രധാന കവാടത്തിൽ കൂടെ കയറിപ്പോവാണ്. കരകൗശല വസ്തുക്കളൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല പൈസയാണ്, നോക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ലൊരു പട്ടിക്കുട്ടൻ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഇപ്പം ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഴിച്ച് നമ്മൾ പേടിച്ചു കേട്ടോ. ഒരു അമ്മൂമ്മേനെ കുറെ പേര് ഇങ്ങനെ കസാര ചുമന്നുകൊണ്ട് പോവുക. പെട്ടെന്ന് എനിക്ക് ഈ ചട്ടമ്പി നാടിനകത്തെ ആ ഒരു ക്യാരക്ടറിനെയാണ് ഓർമ്മ വന്നത്. ഞാൻ വിചാരിച്ചത് പോലെ ഇനി ഗോത്രവർഗത്തിലെ വലിയ പുള്ളിയെങ്ങാനും ആണോ. പിന്നെ ചോദിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇതൊരു റൈഡാണ്. വയസ്സുള്ള ആൾക്കാർക്കൊക്കെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു റൈഡിൽ അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. എന്നോട് 300 രൂപയാണ് പറഞ്ഞത്. ആൻഡ് വേണേൽ കുറയ്ക്കാം, പേശി ഇങ്ങനെ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റൈഡാണ്. ഞാൻ തന്നെ ഇതിനെ വിളിക്കുന്നു എന്താണ്, കസാര വണ്ടി റൈഡ് വേണേൽ അങ്ങനെയും പറയാം. പിന്നെ മൊത്തം ഈ ടാർപ്പ എല്ലാം വലിച്ചു കെട്ടിയോണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ഉഷ്ണമാണ്, വേർത്തൊഴുകും. ഞാൻ തന്നെ ഇങ്ങനെ കതച്ചുണ്ടല്ലോ ഒരു പരുവായി. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നമ്മളെ മാടി വിളിച്ചോണ്ടിരിക്കും, ഇന്ന സാധനം മേടിക്കണോ എന്നൊക്കെ ചോദിച്ച്. പിന്നെ ഇങ്ങനെ അധികം ഒറ്റ സ്ട്രെച്ചിന് കയറി പോകണ്ട്. വഴിയിലൊക്കെ ആൾക്കാരോടൊക്കെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ്
ഈ ക്യാമറ ഷേക്ക് ചെയ്യുന്നൊന്നും ഓർത്ത് നോക്കണ്ട, മടുത്തിട്ട് ഇങ്ങനെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി, അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നുകൊണ്ടും അല്ല. അങ്ങനെ നമ്മൾ എലഫന്റ് കേവ്സിലോട്ട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശിവനുമായി ബന്ധപ്പെട്ട ഒത്തിരി രൂപങ്ങൾ നമുക്ക് എലഫന്റ് കേവ്സിലുണ്ട്. അർദ്ധനാരീശ്വര പ്രതിമ, കല്യാണ സുന്ദര ശിവൻ, കൈലാസം ഉയർത്തുന്ന രാവണൻ, അങ്ങനെ ഒരുപാട് ആകർഷകമായ ശില്പങ്ങൾ നമുക്ക് ഈ എലഫന്റ് കേവ്സിൽ കാണാൻ പറ്റും. 1987 ഈ എലഫന്റ് ഗുഹകളെ യുനെസ്കോ പൈതൃക പട്ടികയിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ എലഫന്റ് കേവ്സിന്റെ ആദ്യത്തെ പേര് അഗ്രഹാരപുരി എന്നായിരുന്നു. പിന്നീട് ഇവിടെ വന്ന പോർച്ചുഗീസുകാരാണ് ഇതിന് എലഫന്റ് ഗുഹകൾ എന്ന് നാമകരണം ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അവർ തന്നെയാണ് നമ്മുടെ എലഫന്റ് കേവ്സിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും നശിപ്പിച്ചു കളയുകയും പിന്നീട് ചെയ്തത്. ആകെ മൊത്തം 7 ഗുഹകളാണ് ഇവിടെ ഉള്ളത്. ഒരു ഗുഹയിൽ നിന്ന് മറ്റൊരു ഗുഹയിലോട്ട് പോകുമ്പോഴത്തേനും കുറച്ച് നടക്കാനുണ്ട്. ഞാനും നമ്മുടെ സിക്കിന്ദർ ഭായിമാരും പയ്യെ അങ്ങ് നടന്നിട്ടാ. ആ വഴിക്കിടയിൽ ഒരുപാട് ആൾക്കാരെയൊക്കെ പുതുതായിട്ട് പരിചയപ്പെടുകയും ചെയ്തു. സമയം ഒത്തിരി വൈകി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുള്ള ബോട്ട് മിസ്സാവും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് 4 എണ്ണം കവർ ചെയ്തുള്ളൂ. പിന്നെ തിരിച്ചു നടന്നു. ആൻഡ് ഇവിടുന്ന് റിട്ടേൺ ടോയ് ട്രെയിൻ ഉണ്ട്, പക്ഷെ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ടോയ് ട്രെയിനൊക്കെ അതേപോലത്തെ രീതിയിൽ എൻജോയ് ചെയ്യണമെങ്കിൽ ശരിക്കും ഡാർജിലിംഗ് ഒക്കെ പോകണം. കറക്റ്റ് 3:30 ആയപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്ത് രസമല്ലേ തിരിച്ചുള്ള യാത്രയിൽ. ഈ കെട്ടിടങ്ങളൊക്കെ എന്ത് നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി. അതിന്റെ മനോഹാരിത മുഴുവൻ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളും കൂടെയുള്ളവരും യാത്ര ചെയ്തോണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ ലോങ് ഡിസ്റ്റൻസിൽ കാണുന്ന താജ് ഹോട്ടലിന്റെയും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഒക്കെ ഭംഗി വാക്കുകൾക്കും അതീതമാണ്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറെ നേരം അത് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പൊ ഗൈസ് നമ്മള് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ നിന്നും വിജയ് ചേട്ടനാണ് നമ്മൾ ചൗപ്പാറ്റി ബീച്ചിലോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ പുള്ളിയുടെ കഥകളൊക്കെ ഒരുപാടുണ്ട്. പുള്ളിൻ്റെ വയസ്സ് ചോദിച്ചു. ഞാൻ 25 എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ ഇവിടെ ഡബിള് കൊല്ലം ഇവിടെ പണിയെടുത്തിട്ടുണ്ടെന്ന്. സോ 50 എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ 46 നിന്ന് കേട്ടോ. പുള്ളിയുടെ ബിസിനസ് സ്കില്ലൊക്കെ കൊള്ളാം. ഞാൻ മറൈൻ ഡ്രൈവ് പോകേണ്ട എന്നെ പുള്ളി ബീച്ചിലോട്ട് കൊണ്ടുപോകാണ്. യെസ് ഗായ്സ്, അപ്പോൾ നമ്മൾ മുംബൈയിലെ ചൗപ്പത്തി ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇതിലെ നീറ്റ്നെസ് ഒന്നും തോന്നുന്നില്ല, എന്നാലും നല്ല ക്രൗഡഡ് ആണ് ഇവിടെ. അപ്പോൾ ഗായ്സ് ബീച്ചിൽ വന്നപ്പോൾ 2 പേര് പുതിയ 2 സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, ശിവരാജ് ആൻഡ് ഷിൻഡെ. സോ അവരിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഇവനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. എന്ത് രസമല്ലേ, ഇവരൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ട്. സോ ഗൈസ് ബീച്ചിനകത്ത് കയറിയപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഇവിടെ കുറേ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന അടിപൊളി കടകളുണ്ട്. ഒക്കെ എല്ലാം എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. സോ ഉണ്ട് നിരന്നിരിക്കുകയാണ്. ഞാൻ ക്യാൻവാസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഓരോ ആൾക്കാരും ഉണ്ടോ. സ്ട്രീറ്റ് ഫുഡ് സെക്ഷൻസ് അടിപൊളിയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് സെക്ഷൻസ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാവ് ബജി, പഞ്ചാബി, കുൾഫി, ഫലൂദ. ആദ്യമായിട്ട് ഇതൊക്കെ കേൾക്കുന്നത് തന്നെ. നൈസ് അല്ലേ, കൊള്ളാമല്ലേ. സോ ബീച്ചിൽ ഇങ്ങനെ ഓരോരോ ടൈപ്പ് ബിസിനസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നോക്കിയേ ചോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വയസ്സായിട്ടുള്ളൊരു സ്ത്രീ ഉണ്ട്, പുള്ളിക്കാരിയാണത് പീൽ ചെയ്ത് കൊടുക്കുന്നത്. ഈ ചേട്ടനാണത് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. സോ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ മേടിക്കുന്നുണ്ട്. പിള്ളേരൊക്കെ എത്ര ആകാംക്ഷയോടെയാണ് കേട്ടോ സംഭവം നോക്കുന്നതെന്ന് നോക്കിയാൽ എന്ത് രസം അല്ലേ കേട്ടോ. ബീച്ചിലെ ആൾക്കാരൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ മാറി മരത്തിൻ്റെ ഒക്കെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്ന് സായാഹ്ന വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കിയേ ചൗപ്പത്തി ബീച്ച്, ഇവിടുത്തെ കെട്ടിടങ്ങളും ഈ ബീച്ചിൻ്റെ ആംബിയൻസും എല്ലാം എന്ത് രസമല്ലേ. ലൈക്ക് ഈ ഒരു കെട്ടിടത്തിലൊക്കെ താമസിക്കുന്നവരുടെ ഭാഗ്യം നോക്കിയാൽ രാവിലെ സൺറൈസും രാത്രി സൺസെറ്റൊക്കെ കണ്ട് വൈകുന്നേരമൊക്കെ അടിപൊളിയായിട്ട് അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ ദേ ആർ റിയലി ലക്കി. ഗായ്സ് നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ മറൈൻ ഡ്രൈവിലോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നല്ല ക്രൗഡ് ഉണ്ട്. വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് തങ്ങളുടെ സായാഹ്ന കാര്യങ്ങളിലൊക്കെ ലൈഫിലെ അകപ്പാടെ കിടന്ന കുറച്ച് സമയം എൻജോയ് ചെയ്യാൻ വേണ്ടി മറൈൻ ഡ്രൈവിൻ്റെ ഓരങ്ങളിൽ വന്നിരിക്കുന്നത് കാണാം. ഒത്തിരി പേരെ പരിചയപ്പെട്ടു. പുതിയ പുതിയ കുറേ നല്ല സുഹൃത്തുക്കളൊക്കെ കിട്ടി. ആൻഡ് ഓരോരോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. എനിക്കിനി ഇവിടുന്ന് ലോക്കൽ ട്രെയിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. മുംബൈയിൽ നമ്മൾ ബോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകുന്ന ട്രെയിനില്ലേ ആളുകളെ കൊണ്ട്, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്.
സോ ഇവിടുന്ന് ഏതായാലും ലോക്കൽ കയറിയിട്ട് ബാന്ദ്രയ്ക്ക് പോകണം. അവിടെ നിന്നാണ് തിരിച്ചുള്ള ട്രെയിൻ ഉള്ളത്. സൂര്യന്റെ അസ്തമയ കിരണങ്ങൾ ഇങ്ങനെ മേത്തോട്ട് വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരമല്ലേ ആ ബാക്ക്ഗ്രൗണ്ടിലെ കെട്ടിടങ്ങളൊക്കെ നോക്കിയേ. കുറച്ച് നേരം ഒരു 2 മണിക്കൂറൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ട്. ഒരുപാട് ആളുകളോട് സംസാരിക്കണമെന്നുണ്ട്. പുതിയ പുതിയ കഥകൾ, പുതിയ പുതിയ അനുഭവങ്ങളൊക്കെ കേൾക്കണമെന്നുണ്ട്. യാത്രകൾ ഇനിയും അവസാനിക്കുന്നില്ല. യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത യാത്രയെ പറ്റിയുള്ള സ്വപ്നങ്ങളൊക്കെ ഈ മറൈൻ ഡ്രൈവിൻ്റെ ഓരങ്ങളിൽ ആലോചിക്കണം. നമ്മുടെ പുതിയ പുതിയ യാത്രകളെ പറ്റി, പുതിയ പുതിയ ആളുകളെ പറ്റി. എല്ലാ യാത്രകൾക്കും ഓരോരോ കഥകളുണ്ടല്ലേ. അങ്ങനെ ഈ മുംബൈക്കും പറയാനൊരു കഥ. ഗൈസ്, നിങ്ങളാണ് എൻ്റെ വിജയം. ഇപ്പോൾ നോക്കിയാൽ അറിയാം 147 സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാനിത് ഇടുന്നത് നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ തുടർന്നും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിനായിട്ടൊക്കെ എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഗൈസ്, പീസ്. മുംബൈ എന്ന നഗരം നമ്മളോട് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത തിരക്കിൻ്റെ കഥയാണ്. ആളുകളൊക്കെ പരക്കം പായുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ. എങ്ങും ട്രാഫിക്, എങ്ങും ചീറിപ്പായുന്ന വണ്ടികൾ മാത്രം.